മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ 18 സെക്കൻഡ് കൊണ്ട് പാളത്തിനരികിൽ നിൽക്കുന്ന ഒരു മരത്തെ മറികടന്നാൽ ട്രെയിനിൻ്റെ നീളമെന്ത്? അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 54 കിലോമീറ്റർ പെർ ഹവർ, അതായത് മണിക്കൂറിൽ 54 കിലോമീറ്ററാണ്. അപ്പോൾ 54 കിലോമീറ്റർ പെർ ഹവറാണ്. നമുക്കിവിടെ സെക്കൻഡിലേക്ക് ഇതിനെ മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം ഒരു മരം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മരത്തിനെ ട്രെയിൻ മറികടക്കാൻ എടുക്കുന്നത് 18 സെക്കൻഡാണ്. ഈ മരത്തെ ട്രെയിൻ മറികടക്കാൻ എടുക്കുന്നത് 18 സെക്കൻഡാണ്. അപ്പോൾ ഈ 18 സെക്കൻഡിൽ ട്രെയിൻ എത്ര ദൂരം ഓടുന്നു, അതാണ് ഈ ട്രെയിനിൻ്റെ നീളം. അപ്പം നമുക്ക് ഈ 54 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. 54 ഇൻറ്റു 1000, കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പം ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഹവറിനെ സെക്കൻഡിലേക്ക് മാറ്റുമ്പം മിനിറ്റ് 60 മിനിറ്റ്, പിന്നെ 60 ഇൻറ്റു 60 സെക്കൻഡിലേക്ക് മാറി. ഓക്കെ, ഇനി ഇതൊരു ഒരു സെക്കൻഡിൽ ഈ ട്രെയിൻ ഓടുന്ന ദൂരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഇത് നമുക്ക് 18 സെക്കൻഡിൽ എത്ര ദൂരം ഓടുന്നോ അതാണ് ഈ ട്രെയിനിൻ്റെ നീളം. അപ്പോൾ ഒരു ഇൻറ്റു 18 കൂടി അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പൂജ്യങ്ങൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. മുകളിലൊരു പൂജ്യം, താഴെ ഒരു പൂജ്യം, വീണ്ടും മുകളിലൊരു പൂജ്യം, താഴെ ഒരു പൂജ്യം, ക്യാൻസൽ ചെയ്തു. ഓക്കെ, 6 18 3 പ്രാവശ്യം. ഈ 6 54 9 ഇൻറ്റു 6 54ആണ്. അപ്പോൾ നമുക്കിനി എന്താ ക്യാൻസൽ ചെയ്ത് 9 ഇൻറ്റു 3 ഇൻറ്റു ഒരു 10 ഉണ്ട് അവിടെ, 10 ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 3 27, 27 ഇൻറ്റു 10 270 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. ആൻസർ ഈസ് ഓപ്ഷൻ ബി. If you like this video, please like, share and subscribe. Thank you.